എല്ലാവർക്കും നമസ്കാരം. അനന്തൻ കാട് GN കൃഷ്ണകുമാറിന്റെ സംവിധാനത്തിൽ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസ് ചെയ്ത് മുരളി ഗോപി എഴുതി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ബേസിൽ ഉണ്ടാക്കിയ ഒരു സിനിമ. അതായത് നമ്മൾ കുറച്ചു നാളായിട്ട് കാത്തിരിക്കുന്നു. ഈ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. തമിഴ് നടൻ ആര്യയാണ് പ്രധാന കഥാപാത്രത്തിൽ വരുന്നത് എന്നും കൂടെ പറഞ്ഞിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അതിന്റെ ട്രെയിലർ, മറ്റു ചില ഗ്ലിംസുകൾ ഇതെല്ലാം വന്നു, നല്ല ട്രെൻഡിങ് ആയി. അപ്പോ കണ്ടുകളയാം. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു ഒരു ബഹളം നിറഞ്ഞ ഒരു ഫുൾ ആക്ഷൻ പാക്ഡ് സാധനമാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഇന്ന് വെറുതെ കണ്ടുകളയാം എന്ന് പറഞ്ഞു പോയി. ബോറടിക്കാതെ, എനിക്ക് ആക്ഷൻ പൊതുവെ താല്പര്യമുള്ള ഇതാണ്. പക്ഷെ എന്റെ മനസ്സ് തൃപ്തി തരുന്ന രീതിയിലുള്ള ആക്ഷൻ ഫിലിംസ് വളരെ കുറവാണ്. എങ്കിലും ഞാൻ കാണാൻ പോകും. അങ്ങനെ വെറുതെ കണ്ടുകളയാന്ന് പറഞ്ഞു പോയി. സത്യത്തിൽ എന്റെ പ്രതീക്ഷകളെ ഒക്കെ തെറ്റിച്ചുകൊണ്ട് ഒരു അത്യുഗ്രൻ ഞെട്ടിക്കുന്ന ഒരു സാധനമാണ് എനിക്കിന്ന് കിട്ടിയത്. എനിക്ക് എന്തോ ലക്ക് പോലെ തോന്നി ഈ സിനിമ ഈ ഫസ്റ്റ് ഡേ ഇത്രയും നല്ലൊരു സ്ക്രീനിൽ കാണാൻ പറ്റിയത്. ഇനി അങ്ങോട്ട് അത് പറ്റുമോ എന്നറിയില്ല. കാരണം തിയേറ്ററിൽ പൊതുവെ ആള് കുറവായിരുന്നു. അല്ലെങ്കിൽ നല്ല സിനിമയ്ക്കൊന്നും അങ്ങനെ ആള് കയറുന്ന ഒരു സമയമല്ലല്ലോ ഇത്. ഇവിടുത്തെ ബുദ്ധിജീവികൾക്കൊക്കെ ഞാൻ പറയുന്നില്ല കൂടുതൽ. അപ്പോ ശരിക്കും എന്നെ ഞെട്ടിച്ച ഒരു സിനിമാനുഭവം. ഞാൻ പറയുന്നല്ലോ, ഒരു കാറ്റഗറി, ഓരോ സിനിമയ്ക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂ നോക്കാനും കൂടുതൽ ക്ലാസ് ലെവലിലേക്ക് ഇറങ്ങി പോകാനും പറ്റിയൊരു സിനിമയല്ല. മുരളി ഗോപി സാധാരണ തിരക്കഥ എഴുതുമ്പോൾ അതിന്റെ അകത്തൊരു ഡീപ്പർ മീനിങ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എമ്പുരാനിലും നമ്മുടെ ലൂസിഫറിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രണ്ട് ലെയർ ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെയറും അതിന്റെ ഉള്ളിൽ മറ്റൊരു ലെയറും കുറച്ച് ഇന്നറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന തിരക്കഥയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ സിനിമ അങ്ങനെ ഒന്നുമില്ല. ഇത് സാധാരണ മനുഷ്യർക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ്, ഒരു നോർമൽ സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ മുഴുനീളമായി കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിരക്കഥയാണ് അദ്ദേഹം ഒതുക്കിയിരിക്കുന്നത്. ഇതില് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് കുറെ ഉണ്ട്. അതിൽ പറഞ്ഞു തരാം. ഈ പടത്തിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു ജോണർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റൻസ് മാസ് ആക്ഷൻ വയലന്റ് ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. ഇന്റൻസ് മാസ് ആക്ഷൻ വയലന്റ് ത്രില്ലർ. ഈ ഒരു പേരിട്ട് കഴിഞ്ഞാൽ ഇതിനേക്കാൾ നന്നായിട്ട് ഈ സിനിമ എടുക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പ്രൊഡക്ഷൻ വാല്യൂലാണെങ്കിലും മറ്റ് ഏത് കാര്യത്തിലും, തിരക്കഥ, സംഭാഷണം, സംവിധാനം, പിന്നെ എഡിറ്റിംഗ് ആയാലും, ടെക്നിക്കലി നോക്കിയാൽ എഡിറ്റിംഗ് ആയാലും, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അത് ഞാൻ പറയുന്നില്ല. ഇവിടെ അനാവശ്യമായ ആളുകളെയൊക്കെ തലവെച്ചുകൊണ്ട് നടക്കുന്നു. ഇതിന്റെയൊക്കെ BGM ഒന്ന് കാണണം. പിന്നെ ആക്ഷൻ, മറ്റു കാര്യങ്ങൾ, എഡിറ്റിംഗ് ആയാലും, പടത്തിന്റെ സ്പീഡ്, ടോട്ടൽ സ്പീഡ്, ഇതെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു മാസ് ആക്ഷൻ, ഒരു വയലന്റ് മാസ് ആക്ഷൻ ത്രില്ലർ സങ്കല്പിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് മലയാളത്തിൽ. പിന്നെ ഇതൊരു 2 ലാംഗ്വേജിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴിലും ഇതേ സമയത്ത് റിലീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയാണ്. അങ്ങനെ നോക്കിയാലും ഈ സിനിമ ഒരു തമിഴ് സിനിമ എന്നുള്ള രീതിയിൽ കണ്ടാലും ഒരു പൂർണ്ണതയുള്ള ഒരു അടിപൊളി തമിഴ് സിനിമയുമാണ്. മലയാള സിനിമ എന്ന് കണ്ടാലും പൂർണ്ണമായിട്ട് ഒരു മലയാള സിനിമയാണ്. ആ ഒരു സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്. ഇതിലെ ചില രംഗങ്ങൾ തമിഴാണ്. ഫുൾ കണ്ടു കഴിഞ്ഞാൽ ഒരു 100% നമ്മളൊരു തമിഴ് സിനിമ കാണുന്ന ഒരു ഫീല്. മലയാള രംഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ 100% ഒരു മലയാള രംഗങ്ങൾ കാണുന്ന ഫീൽ. 1992, 89 കാലഘട്ടത്തുള്ള തിരുവനന്തപുരം ബേസ് ചെയ്തുള്ള ഒരു കഥയാണ്. ട്രെയിലറിൽ കാണുന്നതിനേക്കാൾ നേരെ വിപരീതമാണ്. ട്രെയിലറിൽ വെറും അടിയും പിടിയും പുകയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിന്റെ അകത്ത് ഇമോഷണലി ഭയങ്കര ഡീപ്പായിട്ടുള്ള കുറച്ച് സീൻസ് ഉണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സീൻസ് ഉണ്ട്. വയലൻസിന്റെ എക്സ്ട്രീം ലെവൽ സാധനങ്ങളുണ്ട്. പിന്നെ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ ഈ രോമൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലുള്ള മാസ് ഡയലോഗ്സും ആക്ഷൻ സീൻസും ഇന്റൻസ് മൊമെന്റ്സും ഉണ്ട്. പിന്നെ വയലൻസിലൊക്കെ ടോപ്പാണ്. പിന്നെ പറഞ്ഞാൽ ഇമോഷൻ വാല്യൂ വളരെ കൂടുതലാണ്. പിന്നെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് നമ്മളെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉള്ള ക്ലൈമാക്സും ഇനിഷ്യൽ ഒരു സീൻസും. എമ്പുരാനൊക്കെ എടുത്ത പൃഥ്വിരാജ് കണ്ടിരിക്കേണ്ട 1-2 രംഗങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. നമ്മൾ എമ്പുരാനിലെ ഗുജറാത്ത് കലാപമൊക്കെ കാണിച്ചപ്പോൾ എന്തോ ആണെന്നൊക്കെ നമുക്ക് തോന്നി. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ ഈ തമിഴ് പുലികളുമായി ബന്ധപ്പെട്ട ഒരു ഷൂട്ട് ഔട്ട് സീൻസും കുറച്ച് ടോർച്ചറിങ് സീൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിരുന്നു. എടുത്തു പറയാൻ ഒരിക്കലും ഒരു മലയാള സിനിമയാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തോന്നാത്ത രീതിയിലുള്ള മേക്കിംഗ് ക്വാളിറ്റി. ഗോകുലം ഗോപാലൻ അദ്ദേഹത്തിനും ഒരു പ്രത്യേക നന്ദിയുണ്ട്. കാരണം കാശ് വാരി എറിഞ്ഞിട്ടുണ്ട്. ഒരു മടിയുമില്ലാത്ത രീതിയിലുള്ള ഒരു 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 ഗ്രാൻഡ് ലെവലിലുള്ള ഒരു പ്രൊഡക്ഷൻ വാല്യൂ സിനിമയ്ക്കുണ്ട്. അത് പല പല ലൊക്കേഷൻസ് ആയാലും
കലാസംവിധാനമായാലും സെറ്റിംഗ്സ് അറേഞ്ച് ചെയ്താലും എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി അടുത്ത് പറയാനുള്ളത് കഥാപാത്രങ്ങളും അവരുടെ പ്രകടനങ്ങളും. തുറന്നു പറയാം, ഞെട്ടിക്കുന്ന പ്രകടനമാണ് ഓരോ വ്യക്തികളും കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു കൂട്ടം നടീനടന്മാരുണ്ട്. ഒരു മിനിറ്റ് നടന്നു പോകുന്ന ഒരാൾ പോലും ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. അങ്ങനെ കാട്ടിക്കൂട്ടി ആരെയും വെച്ച് ഉഴപ്പി ചെയ്തിരിക്കുന്ന ഒരു സാധനമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്ന ആളുകൾ പോലും അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അവർക്കും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ആളുകളാണ് സ്ക്രീനിൽ ഭയങ്കരമായ സ്കോർ ചെയ്യുന്നത്. അത് എടുത്തു പറയേണ്ട മുരളി ഗോപി ആയാലും ആര്യയായാലും ആര്യയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള റോളാണ്. പക്ഷെ ആര്യയ്ക്കൊക്കെ ഒരു സെക്കൻഡ് ഇൻട്രോ പോലത്തെ ഒരു സീനുണ്ട്. അതൊക്കെ വേറെ ലെവലാണ്. കോരിത്തെരിപ്പിന്റെ അങ്ങറ്റമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയെ നമ്മൾ ഇങ്ങനെ കലാമൂല്യം കൂട്ടിയൊന്നും കാണണ്ട. ജസ്റ്റ് പോയിരിക്കുക, കാണുക. ഒരു അടിപൊളി ആക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ കണ്ടാൽ ഇതിനപ്പുറം നല്ലൊരു എക്സ്പീരിയൻസ് വേറെ കിട്ടത്തില്ല. അത് പിന്നെ എക്സ്പ്ലോഷൻ സീൻസ് ആയാലും എന്തായാലും വളരെ റിയൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഇന്ദ്രൻസിന്റെ 1-2 സീൻസ് അതിന്റെ അതുകൊണ്ട്. ഇന്ദ്രൻസ് ആരെന്ന് പറഞ്ഞാൽ ഇത്രയും സീരിയസ് ആയിട്ട് ഇന്ദ്രൻസ് ഒരു റോള് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം സീരിയസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. പക്ഷെ ഇതില് അദ്ദേഹത്തിന്റെ ഒരു റോളുണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അതിഭീകരമായ ഒരു റോളാണ് ഇദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് പറയാൻ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. അദ്ദേഹത്തിന്റെ അവസാനത്തെ 1-2 സീൻസ് ഉണ്ട്. ഉഗ്രൻ. എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഞാൻ സമ്മതിച്ചു. അദ്ദേഹം പ്രകടനത്തിലാണോ എന്നറിയില്ല. അദ്ദേഹത്തിന് ആ ഫൈനൽ മൊമെന്റ്സിൽ അദ്ദേഹം പറയുന്ന 1-2 ഡയലോഗ്സ് അതൊക്കെ എന്തൊരു പവർഫുൾ ആണെന്ന് അറിയാം. ഞാൻ പറഞ്ഞ ഇമോഷണലി ആയാലും ആർട്ടിസ്റ്റിക് വാല്യൂ ആയാലും എല്ലാ തരത്തിലും ഒരു മാസ് പടത്തിൽ ഇത്രയും നല്ല രീതിയിൽ എല്ലാം ഒതുക്കി ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. തമിഴിൽ പോലും ഈ അടുത്ത കാലത്ത് ഇങ്ങനെയുള്ള സിനിമ വന്നിട്ടില്ല. തുടക്കം മുതൽ ഒടുക്കം വരെ 158 മിനിറ്റ് ആണ് റണ്ണിംഗ് ടൈം. 2.5 മണിക്കൂർ കൂടുതലുണ്ട്. ഒരു സെക്കൻഡ് പോലും ബോറടിക്കില്ല. ബോറടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഏതെങ്കിലും മാനസിക രോഗ വിദഗ്ധനെ കാണാൻ പോവുക എന്നേ പറയാനുള്ളൂ. ഈ സിനിമയൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തിയേറ്ററിൽ ഒരു വൻ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ധൈര്യമായിട്ട് ഈ സിനിമ കാണാൻ പോവുക. പിന്നെ സ്ത്രീജനങ്ങൾക്ക് അത്രയ്ക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് വരില്ല സിനിമ. കാരണം അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള രംഗങ്ങൾ വളരെ കുറവാണ്. പവർഫുൾ ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ട് എങ്കിൽ പോലും സ്ത്രീകൾക്ക് ഉചിതമായ രംഗങ്ങൾ വളരെ കുറവാണ്. എങ്കിലും കാണാം. അങ്ങനെ സ്ത്രീ പുരുഷൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അനന്തൻകാട്. ടെക്നിക്കൽ ലെവലിലും പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസിലും കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, എഡിറ്റിംഗ് എല്ലാ തരത്തിലും ടെക്നിക്കലി ആയാലും അല്ലാതെ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു ടോപ്പ് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ്, ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആർട്ടിസ്റ്റ് നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാണാം. ഭയങ്കരമായ ഇന്റൻസ് ഇമോഷണൽ വാല്യൂ തരുന്ന കുറെ സീൻസ് ഉണ്ട്. ഇത് എല്ലാ തരത്തിലും പടം കിടിലമാണ്. തിയേറ്ററിൽ ഒരു മസ്റ്റ് വാച്ച് ആണ്. പക്ഷേ കഷ്ടം എന്ന് പറയാം, തിയേറ്ററിൽ ആള് കുറവാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സിനിമ എങ്ങനെ പോകുന്ന അറിയില്ല. മലയാളത്തിൽ ഇത്രയും ഡെഡിക്കേഷനോട് കൂടി ചെയ്തെടുത്ത ഒരു വയലന്റ് മാസ് ആക്ഷൻ ഇന്റൻസ് ത്രില്ലർ തന്നെയാണ് അനന്തൻകാട്. ഒരിക്കലും അത് മിസ് ചെയ്യാൻ പാടില്ല. മിസ് ചെയ്താൽ ആക്ഷൻ ത്രില്ലർ പ്രേമികൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും അനന്തൻകാട്.